നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഷഷ്ടിയാണ്. മിഥുനമാസ ഷഷ്ടിയാകുന്നു. ഇന്നേ ദിവസം അതിനാൽ ഭഗവാനെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. ഇന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഇപ്രകാരം ചെയ്യുന്നത് ആ വീടുകളിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്ന് ചേരുന്നതിന് സഹായകരമാണ്. ഇന്നേ ദിവസം തൊടുകുറിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഇവിടെ തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. രണ്ടും സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രമാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം അജത് ഭുവേ നമഃ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ട മന്ത്രം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഷഷ്ടി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ടതോ അല്ലാത്തതോ ആയ ചില പ്രാർത്ഥനകൾ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു, അഥവാ ആ ആഗ്രഹങ്ങൾ, ആ പ്രാർത്ഥന സഫലമാകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ സൂചനകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതല്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ചില ശുഭകരമായ സൂചനകൾ ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതുമാണ്. എന്നാൽ പ്രയത്നം അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ചില വ്യക്തികളെ കണ്ടുമുട്ടുകയോ അവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയോ ജീവിതത്തിൽ ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും തുലവും കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ ചിന്തകൾക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടത് അനിവാര്യമാണ്. ചില തെറ്റായ ചിന്തകൾ അഥവാ നെഗറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ തന്നെ ഇന്ന് ഇത്തരം ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. നെഗറ്റീവായ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ താരതമ്യേന കുറവാകുവാനുള്ള സാധ്യതകൾ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. അനുകൂലമായ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തന്മൂലം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. അനുകൂലമായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭാവിയിൽ ഗുണകരമാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഇരട്ടി നേട്ടം നൽകും എന്ന കാര്യവും ഓർക്കുക. അത്തരം കാര്യങ്ങൾക്കും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. ഭാവിയിൽ ഗുണകരമായ കാര്യങ്ങളായി മാറാവുന്ന ചില കാര്യങ്ങൾ ചിന്തിക്കുകയോ അത്തരത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുവാനുള്ള അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹിക്കാതെ തന്നെ ചില കാര്യങ്ങൾ ഇന്നേ ദിവസമോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ചില അനുകൂലമായ ചിന്തകൾ, ശുഭകരമായ വാർത്തകൾ ഇന്നേ ദിവസം കേൾക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇപ്പോൾ നിങ്ങളിലുള്ള ചില ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുവാനും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും സംജാതമാകാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ പ്രധാനമായും അറിയേണ്ടത് സുബ്രഹ്മണ്യ സ്വാമിയുടെ കടാക്ഷവും നിങ്ങളിലുണ്ട് എന്ന കാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ തന്നെ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മനോബലം ഉയരുകയും ജീവിതത്തിൽ വിജയങ്ങൾ, ഉയർച്ച എന്നിവ വന്ന് ചേരുകയും ചെയ്യാം. അതിനാൽ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ നിത്യവും ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്.
അത് ചില വ്യക്തികളാലോ ചില കാര്യങ്ങളാൽ ബന്ധപ്പെട്ടോ ആകാം. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനോ മറികടന്ന് മുന്നോട്ട് പോകുവാനോ സാധിക്കുന്നതായ അവസരങ്ങളും സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. അത്ഭുതകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. അത്ഭുതകരമായ വാർത്തകൾ കേൾക്കുകയോ ചില കാഴ്ചകൾ കാണുകയോ ചെയ്യാം. അംഗീകാരം, ഉയർച്ച, സാമ്പത്തികപരമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകളാകാം ലഭിക്കുക. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്കുള്ള ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കുക. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല രീതിയിലുള്ള നഷ്ടപ്പെടലുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അതിനാൽ തന്നെ അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില വിഷമങ്ങളെ തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ അനീതി നേരിട്ടിട്ടുണ്ട് എന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഓർക്കുവാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്ന് തന്നെയാകുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ, പോസിറ്റീവായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഭഗവാനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നതാണ് വാസ്തവം. പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പുതിയ ആരംഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന തോന്നലുകൾ വന്നു ചേരാം. വലിയ രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ, അതുമായി ബന്ധപ്പെട്ട ചില സൂചനകളാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ ഏത് അവസരം വന്നു ചേരുകയാണ് എങ്കിലും ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വലിയ രീതിയിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ ഇന്നേ ദിവസം ലഭിച്ചു എന്ന് വരാം. അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ പ്രകടമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. വലിയ രീതിയിലുള്ള ചില വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അത്തരം ചില സാധ്യതകൾ തുറന്ന് ലഭിക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ വലിയ വിജയമാകേണ്ടതായ ചില കാര്യങ്ങൾ ആരംഭിക്കുകയോ അതിൻ്റെ ഭാഗമാവുകയോ ചെയ്യാവുന്നതുമാണ്. അത്തരം ചില കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടുതൽ ഏകാഗ്രതയോടെ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുകയും പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വലിയ രീതിയിലുള്ള ഉയർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അഥവാ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കർമ്മരംഗത്ത് ചില അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അത്ഭുതം നൽകുന്നതായ കാര്യങ്ങളാകാം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. അല്ലെങ്കിൽ സൂചന നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം ശരിയായ രീതിയിൽ തന്നെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ശരിയായ ചിന്താഗതി നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതായ സമയം കൂടിയാണ് ഇന്ന്. ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്നതായ ചില ആശയക്കുഴപ്പങ്ങൾ, ചില തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില മാനസികപരമായ വിഷമങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ കടന്ന് വന്നു എന്ന് വരാം. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങളും ഇന്നേ ദിവസം സംഭവിച്ചു എന്ന് വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എതിർപ്പുകൾ നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളിലുമുള്ള എതിർപ്പുകൾ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കുന്നതായ സമയം കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കും.
എപ്രകാരം വിജയം നേടാം, ധനപരമായോ അല്ലാതെയോ ഉയർച്ച നേടാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വശം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യം ഓർക്കുക. കൂടുതൽ സുരക്ഷിതരാകുവാൻ സാധിക്കുന്നതായ ശ്രമങ്ങൾ നടത്തുകയും അത് വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ജീവിതത്തിൽ കൂടുതൽ സുരക്ഷിതരാകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ചതി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അത് പലരെ വിശ്വസിച്ചത് മൂലമാണ് എങ്കിൽ പോലും അതിൽ നിന്നും ഒഴിവാകുവാൻ ഇന്നേ ദിവസം സാധിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ ഇന്നേ ദിവസം അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ചില മനോവിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ മനോവിഷമം നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇത്തരത്തിൽ വന്നു ചേരേണ്ട ആ ദോഷകരമായ ഫലങ്ങളെപ്പോലും തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സങ്കീർണമായ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നിരുന്നാൽ പോലും അത് ഫലപ്രദമായി തന്നെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അഥവാ വളരെ അനുകൂലമായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും വന്നു ചേരും. അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശംസ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നും വരാം. ഈശ്വരാനുഗ്രഹത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഭഗവാന്റെ കൃപാ കടാക്ഷത്താലാണ് ഇത്തരത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന കാര്യവും ഓർക്കുക. സ്വന്തം കഴിവുകൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. സ്വന്തം കഴിവുകൾ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയും അതിനാൽ തന്നെ പലവിധ നേട്ടങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കഴിവിനനുസരിച്ചുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ പല രീതിയിലും അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ചില ശുഭകരമായ വാർത്തകൾ വന്നു ചേർന്നു എന്ന് വരാം. അല്ലെങ്കിൽ ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വന്നു ചേരാം. പ്രതീക്ഷിക്കാതെ തന്നെ കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. അത്തരത്തിൽ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ചില തടസ്സങ്ങൾ ഒഴിഞ്ഞ് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക.